വചനമേ വചനമേ വരമഴയായി പൊഴിയൂ. വചനമേ വചനമേ പിൻകൃപയായൊഴുകൂ. സ്വർഗീയ പിതാവിന്റെ പരിശുദ്ധിയിലേക്കും പരിപൂർണതയിലേക്കും ഈശോ മിശിഹ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് പരിപൂർണതയും പരിശുദ്ധിയും നമുക്ക് ആർജിക്കാൻ നേടിയെടുക്കാൻ സാധിക്കുക? ഓരോ ദൈവമക്കൾക്കും ദൈവം നൽകിയിരിക്കുന്ന വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞ് തന്റെ വിളിയോട് തന്റെ നിയോഗത്തോട് 100% വിശ്വസ്തത പുലർത്തി നമുക്കും പരിശുദ്ധിയും പരിപൂർണതയും നേടിയെടുക്കാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, പ്രത്യേകം ഓർക്കുക, കത്തോലിക്ക തിരുസഭയിലെ ഓരോ വിശുദ്ധനും വിശുദ്ധയും ഇപ്രകാരം പരിപൂർണത പ്രാപിച്ചവരാണ്. പരിശുദ്ധിയുടെ മലമുകളിലേക്ക് പ്രവേശിച്ചവരാണ്. തങ്ങളുടെ വിളി എന്താണോ, ജീവിതത്തിന്റെ നിയോഗം എന്താണോ, ദൈവം തങ്ങളിലും തങ്ങളിലൂടെയും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ, വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് ആ വിളിക്കും നിയോഗത്തിനും ജീവിതം കൊണ്ട് പ്രത്യുത്തരിച്ച് വിശുദ്ധിയുടെ മലമുകളിൽ വിരാജിക്കുന്നവരാണ് തിരുസഭയിലെ ലക്ഷോപലക്ഷം വരുന്ന വിശുദ്ധാത്മാക്കൾ. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കുമുള്ള വിളിയും നിയോഗവും വ്യത്യസ്തമായിരിക്കാം. ചില വ്യക്തികൾ കുടുംബത്തെ നവീകരിക്കാനുള്ള വിളിയാകാം, ചിലർക്ക് സമൂഹത്തെ വിശുദ്ധീകരിക്കാനുള്ള വിളിയാകാം. എന്നാൽ ചില വ്യക്തികൾക്ക് ദേശങ്ങളെ, രാജ്യത്തെ, ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കാൻ, തലമുറകളിലേക്ക് വിശുദ്ധീകരണം കൈമാറാനുള്ള വിളിയും നിയോഗവുമാകാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു വിശുദ്ധനെ ഈ സമയം നമ്മളൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. കേരള സഭയുടെ അഭിമാനമായിരിക്കുന്ന വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ വിളിയും നിയോഗവും എന്തായിരുന്നു? ഒരു ദേശത്തെ മുഴുവനും ആത്മീയമായും ഭൗതികമായും നവോത്ഥാനത്തിലേക്ക് നയിക്കുക എന്നുള്ള ജീവിത നിയോഗമാണ് ചാവറ പിതാവിൽ നിക്ഷിപ്തമായിരുന്നത്. തനിക്ക് ദൈവം നൽകിയ ഈ വിളിയോട്, ഈ നിയോഗത്തോട് 100% വിശ്വസ്തത പുലർത്തി ഇന്നിതാ ആ പുണ്യാത്മാവ് വിശുദ്ധിയുടെ സോപാനത്തിൽ, വിശുദ്ധിയുടെ മലമുകളിൽ വിരാജിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചാവറ പിതാവിനെ ധ്യാനിച്ചു മനസ്സിലാക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. 1805 ജനിച്ച് 1871 ഈ ഭൂമിയോട് വിടവാങ്ങിയ ചാവറ പിതാവ് വെറും 66 വർഷം മാത്രം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ 660 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ ചെയ്തു തീർക്കാൻ സാധിക്കാത്ത അത്രയേറെ കാര്യങ്ങളാണ് ചുരുങ്ങിയ 6.5 പതിറ്റാണ്ടിന്റെ ജീവിതകാല ദൈർഘ്യത്തിനുള്ളിൽ അദ്ദേഹം കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് എന്നല്ല ഭാരത ജനതയ്ക്ക് മുഴുവനായി നൽകുന്നതായി ചരിത്ര പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ചാവറ പിതാവിന്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ, ചാവറ പിതാവിന്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരുപക്ഷെ അത്ഭുതവും അമ്പരപ്പും തോന്നിയേക്കാം. അതിന്റെ കാരണം ഒരു മുത്തശ്ശി കഥ പോലെ, അതിശോക്തി കലർന്ന വർണ്ണനകൾ പോലെ, പുരാണ ഇതിഹാസങ്ങൾ പോലെ, കേൾവിക്കാരന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയധികം കാര്യങ്ങളാണ് ഒരു പുരുഷായുസിൽ വിശുദ്ധനായ ചാവറ പിതാവ് തന്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, ഭാരത മണ്ണിന്, കേരള ജനതയ്ക്ക് ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ചെയ്തിട്ടുള്ള, നിർവഹിച്ചിട്ടുള്ള, നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, കൃപകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അതൊരു ചെറിയ പ്രസംഗത്തിൽ ഒതുക്കി പറയാൻ സാധിക്കാത്തതുമാണ്. എങ്കിലും പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് ആ പുണ്യാത്മാവിനെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ സമയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ആത്മീയ മേഖലയിൽ അദ്ദേഹം കൊടുത്ത പ്രധാനപ്പെട്ട സംഭാവനകളെ, ആധ്യാത്മിക തലങ്ങളിൽ അദ്ദേഹം നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകളെ തുടക്കത്തിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പ്രിയ ദൈവമക്കളെ, ഓർക്കുക, കത്തോലിക്ക തിരുസഭയ്ക്ക്, പ്രത്യേകിച്ചും ഭാരത മണ്ണിലെ കത്തോലിക്ക തിരുസഭയ്ക്ക് 2000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ശരിയാണ്, സാക്ഷാൽ തോമാസ് ലീഹായിൽ നിന്നും ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ ചങ്കിൽ തൊട്ട്
ആ തൊട്ടറിഞ്ഞ വിശ്വാസത്തെ ഭാരത മണ്ണിന് പകർന്നു നൽകുവാൻ ഇവിടെ കപ്പലിറങ്ങിയ തോമാസ് ലീഹായിൽ നിന്നും വിശ്വാസത്തിന്റെ ദീപശിഖ ഏറ്റുവാങ്ങുവാനുള്ള അസുലഭ ഭാഗ്യമാണ് ഭാരത മക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2000 വർഷത്തെ കത്തോലിക്ക ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ്, അല്പസ്വല്പം അഹങ്കരിക്കുന്നവരുമാണ് ഭാരതത്തിലെ കത്തോലിക്കർ. എന്നാൽ ഓർക്കുക, ഈ 2000 വർഷമായിട്ടും 2 സഹസ്രാബ്ദങ്ങൾ വിശ്വാസത്തിന്റെ പാരമ്പര്യം തുടർന്നിട്ടും പേരിന് പോലും ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയോ സഭയ്ക്കില്ല എന്ന ചിന്ത ചാവറ പിതാവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ചിന്തയായിരുന്നു. മച്ചിയായ കേരള സഭയ്ക്ക്, വിശുദ്ധരില്ലാത്ത കേരള സഭയ്ക്ക് വിശുദ്ധരുണ്ടാകണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ അതൊരു വേദനയായി പടർന്നപ്പോൾ, ആ വേദന സ്വപ്നങ്ങൾക്ക് വഴിമാറിയപ്പോൾ, ആ സ്വപ്നം വ്യക്തമായ കർമ്മ പദ്ധതികൾ ഊന്നിയ പ്രോഗ്രാമുകൾക്ക്, പരിപാടികൾക്ക്, സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതമായിരുന്നു കേരളത്തിൽ, ഭാരതത്തിൽ തന്നെ ആദ്യമായി സഭയ്ക്ക് ഏകദേശീയ സന്യാസ സഭകൾ രൂപീകരിക്കപ്പെടുന്നത്. ചാവറ പിതാവിനാൽ രൂപീകരിക്കപ്പെട്ട 2 ഏകദേശീയ സന്യാസ സഭകൾ. ഓർക്കുക, അത് ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭകളാണ്. പുരുഷന്മാർക്ക് വേണ്ടി CMI സന്യാസ സഭയും സ്ത്രീകൾക്ക് വേണ്ടി CMC സന്യാസിനി സഭയും. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ 2 സഭകൾ സ്ഥാപിക്കുക മാത്രമായിരുന്നില്ല. തന്റെ ജീവിതകാലത്ത് 7 ആശ്രമങ്ങളാണ് അദ്ദേഹം പണി കഴിപ്പിക്കുന്നത്. നമുക്കറിയാം, മാന്നാനം, എൽത്തുരുത്ത്, അതുപോലെ അമ്പഴക്കാട്, മുത്തോലി, വാഴക്കുളം, കൂനമ്മാവ് തുടങ്ങിയ സ്ഥലങ്ങളിലായി 7 ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയാണ്. എന്നു മാത്രമല്ല, അതിനോട് അനുബന്ധമായ പ്രവർത്തനങ്ങളിലൂടെ ദൈവജനത്തെ ആത്മീയമായി ഉദ്ധരിക്കുവാൻ ദീർഘവീക്ഷണത്തോടെയുള്ള പരിപാടികൾ അദ്ദേഹം ആരംഭം കുറിക്കുകയും ചെയ്തു. ഓർക്കുക, ഭാരതത്തിലെ സുറിയാനി കത്തോലിക്കർക്ക് വിശ്വാസ പരിശീലനത്തിന് ഒരു കാറ്റഗറ്റിക്കൽ സെന്റർ ഉണ്ടായിരുന്നില്ല. വിശ്വാസ പരിശീലനം തന്നെയും ഉണ്ടായിരുന്നില്ല. വിശ്വാസ പരിശീലനത്തിന് വേണ്ടി വിശ്വാസ പരിശീലന കളരി ആദ്യമായി ഭാരതത്തിൽ, കേരളത്തിൽ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി സ്ഥാപിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. എന്ന് മാത്രമല്ല, അന്ന് കാലത്ത് വൈദികരും സന്യസ്തരുമൊക്കെ, വൈദികര് ഉണ്ടായിരുന്നുവെങ്കിലും, സന്യസ്തരുണ്ടായിരുന്നില്ല, വൈദികർ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് പരിശീലനത്തിനുള്ള പൊതു സെമിനാരികൾ ഉണ്ടായിരുന്നില്ല. മേൽപ്പെട്ടക്കാരോടൊപ്പം സെമിനാരി വൈദികരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുമിച്ച് മേൽപ്പെട്ടക്കാരനോടൊപ്പം പഠിക്കുകയും അവിടെ പരിശീലനം നടത്തുകയും തുടർന്ന് അദ്ദേഹം ഈ പരിശീലനം പൂർത്തിയായെന്ന് ബോധ്യപ്പെടുമ്പോൾ പട്ടം കൊടുത്ത് പുരോഹിതരായി ഉയർത്തുകയുമാണ് സാധാരണ ചെയ്തിരുന്നത്. എന്നാൽ സുറിയാനി കത്തോലിക്കർക്കായി വൈദിക പരിശീലന കളരിയായി പൊതുവായി ഒരു സെമിനാരി ആദ്യമായി ഭാരത മണ്ണിൽ സ്ഥാപിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. എന്ന് മാത്രമല്ല, ഇടവക ജനത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടവക വാർഷിക ധ്യാനങ്ങൾക്ക് അദ്ദേഹം ആരംഭം കുറിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേകം ആശ്രമത്തിൽ വൈദികരെ പരിശീലിപ്പിക്കുകയും ഓരോ വർഷവും ഇടവകകൾ തോറും വാർഷിക ധ്യാനങ്ങൾ നടത്താൻ അവരെ പറഞ്ഞയക്കുകയും അതിലൂടെ അനേകം ദൈവമക്കളെ നവീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും കൊണ്ടുവരുവാൻ ഇടവകകളിൽ ആദ്യമായി വാർഷിക ധ്യാനം എന്ന കാര്യം ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. വൈദികർക്ക് വേണ്ടി പ്രത്യേക ധ്യാനങ്ങളും ഇന്ന് നമ്മൾ ഞായറാഴ്ച സുവിശേഷ വായനയ്ക്ക് ശേഷം നടത്തുന്ന വചന സന്ദേശവുമൊക്കെ ആദ്യമായി ഭാരത മണ്ണിൽ ഭാരത കത്തോലിക്ക സുറിയാനി ക്രൈസ്തവർക്കായി ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയം നിറഞ്ഞ ഭക്ത അഭ്യാസമാണ് വിശുദ്ധ കുരിശിന്റെ വഴി പ്രാർത്ഥന. അത് നമ്മുടെ നാട്ടിൽ ആദ്യമായി കൊണ്ടുവരുന്നതും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. പരിശുദ്ധ മാതാവിനോടുള്ള മെയ് മാസ വണക്കം, കുർബാനക്രമം, കാനോന നമസ്കാരം, കുർബാന കലണ്ടർ, മരിച്ചവരുടെ ഓർമ്മ തുടങ്ങിയ ആരാധന ക്രമങ്ങളൊക്കെ നവീകരിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്.
ഭാരത സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി ആദ്യമായി 40 മണിക്കൂർ ആരാധന ആരംഭം കുറിക്കുന്നതും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. കേരളത്തിലെ ആദ്യത്തെ അൽമായ സംഘടനയായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നന്മരണ സഖ്യം ആരംഭിക്കുന്നതും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഇങ്ങനെ ആധ്യാത്മിക മേഖലകളിൽ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വിശുദ്ധീകരണം ലക്ഷ്യമിട്ട്, കുടുംബങ്ങളുടെ നവീകരണം ലക്ഷ്യമിട്ട് ചാവറ പിതാവ് ആത്മീയമായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചാവറ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്ന മറ്റൊരു വലിയ സംഭാവനയുണ്ട്. അത് മറ്റൊന്നുമല്ല, റോക്കോസ് മേലൂസ് ശീഷ്മകൾക്കെതിരെ ചാവറ പിതാവ് നടത്തിയ പടയോട്ടം. പടയോട്ടം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക സമരം. ഓർക്ക് പ്രിയപ്പെട്ടവരെ, ഇന്ന് കത്തോലിക്കർ എന്ന് അഭിമാനിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ബലിപീഠത്തിന് മുൻപിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ സ്വന്തം ഇടവക ദേവാലയങ്ങളിൽ കത്തോലിക്കർ എന്ന അഭിമാനത്തോടുകൂടെ വിശുദ്ധ കുർബാനയിലും ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുണ്യാത്മാവിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത്? ഓർക്ക് പ്രിയപ്പെട്ടവരെ, കേരള സഭയെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന വലിയൊരു കൊടുങ്കാറ്റായിരുന്നു റോക്കോ ശീഷ്മ. റോക്കോ ശീഷ്മ എന്ന് പറഞ്ഞാൽ റോക്കോസ് എന്ന പേരുള്ള ഒരു മെത്രാൻ പരിശുദ്ധ പിതാവിന്റെ റോമൻ സിംഹാസനത്തിന്റെ അനുവാദത്തോടുകൂടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കപ്പലിറങ്ങുകയും ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ ആധ്യാത്മിക ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. സത്യത്തിൽ അദ്ദേഹത്തിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സത്യാവസ്ഥ തിരിച്ചറിയാതെ അന്ന് കേരളത്തിലുണ്ടായിരുന്ന 120 ദേവാലയങ്ങളിൽ 80% ദേവാലയങ്ങളും പൂർണ്ണമായും, ബാക്കിയുള്ള ദേവാലയങ്ങളിൽ പകുതിയോളം ദേവാലയങ്ങൾ ഭാഗികമായും ഈ റോക്കോ ശീഷ്മയിൽ പെട്ടുപോവുകയാണ്. അറിയാതെ ഇദ്ദേഹം അനുവാദത്തോടുകൂടി വന്ന വ്യക്തിയാണ് എന്ന് കരുതി. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപി തിരിച്ചറിഞ്ഞ വിശുദ്ധനായ ചാവറ പിതാവ് തന്റെ ആത്മീയ സമരം, ആത്മീയ യുദ്ധം ആരംഭിക്കുകയാണ്. ഇടവകകൾ തോറും, സമൂഹങ്ങൾ തോറും എല്ലാവിധത്തിലും, ഏതെല്ലാം വിധത്തിൽ സത്യാവസ്ഥ ജനത്തെ ബോധിപ്പിക്കാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ ചാവറ പിതാവ് പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റോമൻ സിംഹാസനത്തിലേക്ക് തുടർച്ചയായി കത്തുകൾ എഴുതുകയും അത് എത്തുന്നതുവരെ, മറുപടി കത്ത് കിട്ടുന്നതുവരെ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ചെയ്ത് തന്റെ ജനം, ഈ കേരള മണ്ണിൽ, ഭാരത മണ്ണിലുള്ള സുറിയാനി ക്രൈസ്തവർ 2000 വർഷത്തെ പാരമ്പര്യമുള്ള തിരുസഭ മാതാവിനോട് എന്നും വിശ്വസ്തത പുലർത്തിയിട്ടുള്ള, ചേർന്ന് നിന്നിട്ടുള്ള ഈ സഭാ നൗക ഒരിക്കലും ശീഷ്മയുടെ കൊടുങ്കാറ്റിൽ തകർക്കപ്പെടരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്താൽ പ്രാർത്ഥനയായി തീർന്നുകൊണ്ടും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മണിക്കൂറുകൾ ആരാധനയ്ക്കായി ചെലവഴിച്ചുകൊണ്ടും റോമൻ സിംഹാസനത്തിലേക്ക് അനവധി തവണ കത്തുകൾ എഴുതിക്കൊണ്ടും ജനത്തെ ബോധവൽക്കരിച്ചുകൊണ്ടും ഈ ശീഷ്മയ്ക്കെതിരെ ചാവറ പിതാവ് പടപൊരുതുകയാണ്. അല്ലെങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു വ്യക്തി കേരള സഭാ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ ആരും കത്തോലിക്കരല്ല. പരിശുദ്ധ സിംഹാസനം നമ്മെ മഹറോൻ ചൊല്ലി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഗ്രൂപ്പായി നമ്മൾ ഓരോരുത്തരും മാറുമായിരുന്നു. നമ്മൾ എല്ലാവരും ഇതിന് കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ ചാവറ പിതാവിനോടാണ്. തന്റെ വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ വർത്തിച്ച വിശുദ്ധനായ ചാവറ പിതാവിനോട്. വലതുകരമുയർത്തി ഹാലേ ലൂയ, 2 കരങ്ങൾ ഉയർത്തി ഹാലേ ലൂയ, കരങ്ങൾ വീശിക്കൊണ്ട് ഹാലേ ലൂയ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, രണ്ടാമതായി വിശുദ്ധനായ ചാവറ പിതാവിന്റെ സംഭാവനയുടെ വലിയ ഒരു തലമാണ് സാഹിത്യ മേഖലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ സംഭാവനകൾ. കേരളത്തിൽ, മലയാളത്തിൽ ആദ്യമായി ഒരു ഖണ്ഡകാവ്യം എഴുതുന്നത്, ആദ്യത്തെ ഖണ്ഡകാവ്യമായ അനസ്തസ്യായുടെ രക്തസാക്ഷിത്വം എന്ന കൃതി ആദ്യമായി മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എഴുതിയിട്ടുള്ളത് വിശുദ്ധനായ ചാവറ പിതാവാണ്. എന്ന് മാത്രമല്ല, മലയാളത്തിലെ ആദ്യത്തെ നാടകം, ഇടയ നാടകം എഴുതി സംവിധാനം ചെയ്ത് ഇടവക ദേവാലയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. എന്ന് മാത്രമല്ല, ഒത്തിരിയേറെ ഗ്രന്ഥങ്ങൾ, ആത്മീയ കൃതികൾ അക്ഷര വെളിച്ചത്തിലൂടെ മാത്രമേ അജ്ഞതയുടെ അന്ധകാരത്തെ ദൂരീകരിക്കാൻ സാധിക്കുവെന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ബോധ്യമുണ്ടായിരുന്ന ആ ജ്ഞാനയോഗി ഇതാ ദൈവമക്കൾക്കായി സാധ്യമാകുന്നിടത്തോളം ആത്മീയ കൃതികൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതി. എന്താണ് പ്രിയപ്പെട്ടവരെ ഇത്? ചാവരുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇതാണ്: ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ രോഗശൈലിയിലായിരിക്കുമ്പോൾ, അന്ത്യദിനങ്ങളിലേക്ക് അടുക്കുമ്പോൾ രോഗക്കിടക്കരികിലേക്ക് തന്റെ മക്കളെയൊക്കെ വിളിച്ചുകൂട്ടും. എന്നിട്ട് അവസാനമായി കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. സാമാന്യഗതിയിൽ മക്കൾ അപ്പന്റെ ആ ഉപദേശം മരണം വരെ പാലിക്കും. കാരണം അപ്പൻ മരണക്കിടക്കയിൽ വെച്ച് തന്ന ഉപദേശമാണ്. എന്നതുപോലെ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ തന്റെ ആത്മീയ സന്താനങ്ങളായ കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് വേണ്ടി നൽകിയ സമ്മാനമാണ് നല്ലയപ്പന്റെ ചാവരുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം ഓരോ കുടുംബങ്ങളുടെയും വിശുദ്ധീകരണം ലക്ഷ്യമിട്ട് ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്നതും സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാത്തരം അപകട അവസ്ഥകളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുമാത്രം ദീർഘവീക്ഷണത്തോടെ കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ സകല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട മേഖലകളൊക്കെ മനോഹരമായ രീതിയിൽ ആവിഷ്കരിച്ച കൃതിയാണ് നല്ലയപ്പന്റെ ചാവരുൾ. ഓർക്കുക, അദ്ദേഹം ചാവരുൾ എഴുതിയിട്ട് 150 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിന്റെ ആഘോഷം എന്ന നിലയ്ക്ക് അടുത്ത വെള്ളിയാഴ്ച നവംബർ 3-ാം തീയതി മാസാദി വെള്ളിയാഴ്ച ഇവിടെ നമ്മൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നല്ലയപ്പന്റെ ചാവരുൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. 150 വർഷങ്ങൾക്ക് മുൻപ് ഈ പുണ്യാത്മാവ് എഴുതി വെച്ച കാര്യങ്ങൾ ഓരോന്നും ഒന്നൊഴിയാതെ ഓരോന്നും പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്ന് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആത്മീയ ഗ്രന്ഥങ്ങൾ സാധ്യമാകുന്നിടത്തോളം എഴുതി ഭാരത സഭയിലെ, കേരള സഭയിലെ സുറിയാനി ക്രിസ്ത്യാനികളെ സാധ്യമാകുന്നിടത്തോളം, സുറിയാനി ക്രിസ്ത്യാനികളെ മാത്രമല്ല സാധ്യമാകുന്ന എല്ലാ ദൈവമക്കളിലേക്കും, അത് അക്രൈസ്തവരെന്നോ ക്രൈസ്തവരെന്നോ ജാതിമത ഭേദം കൂടാതെ എല്ലാവരിലേക്കും ആത്മീയ നന്മകൾ വർഷിക്കാൻ തന്നാലാകും വിധം ജീവിത വിളിയോട് നിയോഗത്തോട് വിശ്വസ്തത പുലർത്തിയവനാണ് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. വലതുകരമുയർത്തി ഹല്ലേലൂയ, രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഇരട്ടി സ്വരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുവരെ പറഞ്ഞത് ആത്മീയമായി ദൈവമക്കൾക്ക് വളർച്ചയുണ്ടാകാൻ വിശുദ്ധനായ ചാവറ പിതാവ് ചെയ്ത കാര്യങ്ങളാണ് എങ്കിൽ ഭൗതിക തലത്തിൽ വ്യക്തികളുടെ ജീവിത നവീകരണത്തിന് വേണ്ടി ചാവറ പിതാവ് ചെയ്ത സാമൂഹിക മേഖലകളിൽ ചെയ്ത സംഭാവനകൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാവറ പിതാവാണ് കേരള സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ വികാരി ജനറലായി നിയമിതനായിട്ടുള്ള വ്യക്തി. അങ്ങനെ ആദ്യത്തെ വികാരി ജനറലായി അപ്പോയിന്റ് ചെയ്യപ്പെട്ടപ്പോൾ തനിക്ക് ലഭിച്ച ഈ ദൈവദത്തമായ അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചാവറ പിതാവ് ദീർഘവീക്ഷണത്തോടുകൂടെ ആദ്യം പുറപ്പെടുവിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ഇതാണ്: എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം. വിദ്യാലയത്തിന്, സ്കൂളിന് പള്ളിക്കൂടം എന്ന പേര് ആദ്യമായി കൈവരുന്നത് ചാവറ പിതാവിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, അറിവിന്റെ വെളിച്ചത്തിലൂടെ മാത്രമേ അജ്ഞതയുടെ ഇരുട്ടിനെ അകറ്റാൻ സാധിക്കൂ എന്നുള്ള ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ബോധ്യം അദ്ദേഹത്തെ എല്ലാ ഇടവകകളോടും എല്ലാ പള്ളികളോടും ചേർന്ന് വിദ്യാലയങ്ങൾ ഉണ്ടാകണം, പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണമെന്ന ശക്തമായ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. വെറുതെ കൽപ്പന പുറപ്പെടുവിക്കുക മാത്രമല്ല, ഈ കാര്യത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ഉപേക്ഷ വരുത്തുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരുന്നാൽ ആ പള്ളിക്ക് അംശമുടക്ക് പ്രഖ്യാപിക്കുക കൂടെ ചെയ്തു വിശുദ്ധനായ ചാവറ പിതാവ്. കാരണം അദ്ദേഹത്തിന് അത്രയും ബോധ്യമുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള ജനത യൂറോപ്പിനേക്കാളും അമേരിക്കയെക്കാളും ഒക്കെ വിദ്യാഭ്യാസ മേഖലയിൽ അവരോടൊക്കെ തുലനം ചെയ്യാവുന്ന, കിടപിടിക്കാവുന്ന വിധത്തിൽ നമ്മൾ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധനായ ചാവറ പിതാവ് ദീർഘവീക്ഷണത്തോടെ ആരംഭം കുറിച്ച ഈ പരിപാടികളെ കുറിച്ച് എത്രയോ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ധ്യാന വിഷയമാക്കണം എന്ന് മാത്രമല്ല,
ആദ്യമായൊരു സംസ്കൃത വിദ്യാലയം എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ആരംഭിക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, കേരളത്തിലെ ഭാരതത്തിലെ അന്നത്തെ പശ്ചാത്തലം വെച്ച് സംസ്കൃതം എന്നുള്ളത് ദേവഭാഷയാണ്, വേദഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വർഗത്തിൽപ്പെട്ടവരല്ലാതെ ഒരാളും സംസ്കൃത ഭാഷ പഠിക്കാൻ പോയിട്ട് കേൾക്കാൻ പോലും പാടില്ല. അറിയാതെ എങ്ങാനും അധകൃതനായ ഒരു വ്യക്തി സംസ്കൃത ഭാഷ കേൾക്കാൻ ഇടവന്നാൽ, വേദഭാഷ കേൾക്കാൻ ഇടവന്നാൽ അവന്റെ ചെവിയിൽ ഈയം ഒഴിക്കുന്ന അത്രത്തോളം ദുരന്തം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് ചാവറപ്പിതാവ് സാമൂഹികമായ വിപ്ലവം സമ്മാനിച്ചുകൊണ്ട് സംസ്കൃത വിദ്യാലയം അധകൃതരെന്നോ പുരുഷരെന്നോ സ്ത്രീകളെന്നോ ജാതിമത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ സകലർക്കുമായി അത്തരമൊരു വിദ്യാലയം ആരംഭിക്കുന്നത്. എന്ന് മാത്രമല്ല, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു വിദ്യാലയം 150 വർഷങ്ങൾക്ക് മുൻപ് ചാവറപ്പിതാവ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഭാരതത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്നെടുത്ത് പരിശോധിക്കുക. കേരള ജനത പോലെ വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഏത് നാടുണ്ട്, ഏത് സംസ്ഥാനമുണ്ട്? തീർച്ചയായും നമ്മൾ അതിന് കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ ചാവറപ്പിതാവിനോടാണ്, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തമായി ഒരു പ്രസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. കാരണം പ്രസിദ്ധീകരണങ്ങൾ, അച്ചടി പുസ്തകങ്ങൾ ദൈവമക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രസിന്റെ സൗകര്യം ഉണ്ടായിരുന്നില്ല. അച്ചടി പ്രസ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 2 അച്ചടി പ്രസ് മാത്രം. ഒന്നാമത്തേത് തിരുവനന്തപുരത്തുള്ള സർക്കാരിന്റെ അച്ചടി പ്രസ്സാണ്. രണ്ടാമത്തേത് മറ്റൊരു സഭാ സമൂഹത്തിന്റെ അച്ചടി പ്രസ്സാണ്. അതിൽ നിന്ന് വരുന്ന കാര്യങ്ങളാകട്ടെ കത്തോലിക്കരുടെ വിശ്വാസത്തിന് നിരക്കാത്തതും അതിനെ വെല്ലുവിളിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നിഷേധിക്കുന്നതുമായ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ വായിച്ച് പലർക്കും വഴിതെറ്റിപ്പോകുന്നു എന്ന കാരണത്താൽ സുറിയാനി കത്തോലിക്കർക്ക് അല്ലെങ്കിൽ കത്തോലിക്ക മത വിശ്വാസികൾക്ക് സ്വന്തമായി ഒരു അച്ചടി പ്രസ് ആവശ്യമാണ്, അച്ചടിശാല ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ചാവറപ്പിതാവ് ഇതെങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും? അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, ഇതാ തിരുവനന്തപുരത്തേക്ക് സർക്കാരിന്റെ പ്രസ് കാണാൻ വേണ്ടി ചെല്ലുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചതിന് ശേഷമാണ് അതിന്റെ അകത്ത് കയറി അതൊന്ന് കാണാനുള്ള അവസരം കിട്ടുന്നത്. കാരണം നിയമപരമായത് കാണിക്കാൻ അനുവാദമുള്ളതല്ല. പക്ഷെ എങ്ങനെയോ അദ്ദേഹത്തിന് അത് സാധിച്ചു. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി, നിമിഷങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടി മാത്രമുള്ള അനുവാദമാണ് കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കണ്ട ആ അച്ചടി പ്രസ് അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം പതിപ്പിക്കുകയാണ്. മനസ്സിൽ അത് വരച്ചു ചേർക്കുകയാണ്. എന്നിട്ട് മാനാനത്ത് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാഴപ്പിണ്ടിയിൽ അത്തരമൊരു അച്ചടി പ്രസ് ഉണ്ടാക്കുകയും പിന്നീട് അത് മരാശാരിയുടെ കൈവശം കൊടുത്ത് മരത്തിൽ അപ്രകാരം ഒരെണ്ണം ഉണ്ടാക്കാനായി ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായി ഇതാ ഭാരതത്തിലെ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കും അതുപോലെ സമസ്ത ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹം ആദ്യമായി ഒരു പ്രസ് ആരംഭം കുറിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ, ഭാരതത്തിൽ കത്തോലിക്ക സഭ എന്തുമാത്രം പ്രസിദ്ധീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ചടിയാകട്ടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ആകട്ടെ, ഇതിന്റെ എല്ലാം തുടക്കക്കാരൻ യഥാർത്ഥത്തിൽ വിശുദ്ധ ചാവറ കുരിയാക്കോസ് ഏലിയാസ് പിതാവാണ്. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായി ഭാരതത്തിൽ ഒരു അഗതി മന്ദിരം, ഉപവിശാല എന്ന പേരിൽ ഭാരതത്തിൽ തന്നെ ആദ്യത്തെ അഗതി മന്ദിരം ആരംഭിക്കുന്നതും വിശുദ്ധ ചാവറ പിതാവാണ്. അനാഥർക്കും വിധവകൾക്കും സംരക്ഷണമായി തീരുന്നതിന് വേണ്ടി അദ്ദേഹമാണ് ഭാരത മണ്ണിൽ അങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നാം. വെറും 66 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ഈ 66 വർഷത്തിനുള്ളിലാണ് ചാവറ പിതാവ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത്. ഇത് മാത്രമൊന്നുമല്ല, പറഞ്ഞാൽ തീരാത്ത അത്രത്തോളം കാര്യങ്ങൾ ആധ്യാത്മിക മേഖലയിലും ഭൗതിക മേഖലയിലും അദ്ദേഹം നവോത്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കർമ്മയോഗിയാണ്. പക്ഷെ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ, 600-660 വർഷം ജീവിച്ചാലും നമുക്ക് പറ്റാത്ത ഇത്രത്തോളം കാര്യങ്ങൾ? പ്രത്യേകിച്ചും ഓർക്കുക, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ആരൊക്കെയോ ചെയ്തതിന്റെ തുടർച്ചയല്ല. ഭാരതത്തിൽ തന്നെ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ ആദ്യമായി ഈ മണ്ണിൽ തുടക്കം കുറിക്കുന്ന വ്യക്തി, ആദ്യമായി
അതിനു മുൻപ് ഒരിക്കൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 80% വരുന്ന കാര്യങ്ങൾ ഭാരതത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഭാരത മണ്ണിൽ ആത്മീയ ഭൗതിക നവോത്ഥാനത്തിന് വേണ്ടി ചെയ്തു വെക്കുന്നത്. അതിന്റെ എല്ലാം പുറകിൽ കാരണം അങ്ങനെ ഒരു കർമ്മയോഗിയായി തീരാൻ അദ്ദേഹത്തിന് സാധിച്ചത്, അത്രയും വലിയ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചത്, അത്രയും വലിയ ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനാ ജീവിതം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ മണിക്കൂറുകൾ ചിലവഴിച്ചിരുന്ന വിശുദ്ധനായ ചാവറ പിതാവ്, എപ്പോഴും ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ ആയിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന വിശുദ്ധ ചാവറ പിതാവ്, സത്യത്തിൽ ഏകദേശീയ സന്യാസ സഭകൾ ഈ മണ്ണിൽ ആരംഭം കുറിക്കുന്നതിന് മുമ്പ് ചാവറ പിതാവും അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരായ പോരൂക്കരയച്ഛനും പാലക്കലച്ഛനും ഒരുമിച്ച് ഈ ഭൂമിയിലെ ബഹളങ്ങൾക്കിടയിൽ ജീവിച്ചാൽ, ഈ നാട്ടിലെ സന്തോഷങ്ങൾക്ക് മധ്യേ ജീവിച്ചാൽ ഒരിക്കലും ആത്മാവിന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് കരുതി വനവാസത്തിന് പോകാൻ കാട്ടിൽ പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അങ്ങനെ ഒരു ധ്യാനയോഗിയായി മാറാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറ പിതാവ് തന്റെ ഗുരുക്കന്മാരോടൊപ്പം. എന്നാൽ ദൈവഹിതം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് ആവശ്യമായിരുന്നതുകൊണ്ട് ദൈവമിത അന്നത്തെ മെത്രാനിലൂടെ പ്രവർത്തിക്കുന്നു. മെത്രാനച്ചൻ പറഞ്ഞു, അല്പസ്വല്പം ഈ നാട്ടിൽ ബുദ്ധിയും വിവരമൊക്കെയുള്ള അച്ഛന്മാരാ നിങ്ങൾ കാട് കയറാൻ പോയാൽ നാട്ടിലുള്ള മനുഷ്യരുടെ കാര്യം ആര് നോക്കും? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ ജനത്തിൽ നിന്നൊരല്പം ദൂരെ മാറി കൊതേന്ത സ്ഥാപിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക, അതിനുശേഷം സ്വീകരിച്ച കൃപ മുഴുവൻ ദൈവജനത്തിന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരിക. അങ്ങനെയാണ് ആദ്യത്തെ ആശ്രമങ്ങൾ മലയുടെ മുകളിലും തുരുത്തുകളിലും വിജനമായ പ്രദേശങ്ങളിലും ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥനയായി മാറി ശരീരവും മനസ്സും ആത്മാവും മുഴുവൻ പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞ് അതിൽ നിന്ന് ആരംഭിക്കുന്ന കർമ്മ പദ്ധതികളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ചാവറ പിതാവിന് ശക്തി കൊടുത്തത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. ചാവറ പിതാവിനെ കുറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളിൽ പലരും ഇതിനു മുൻപും കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ ഭൂരിപക്ഷം പേരും ചാവറ പിതാവ് സ്ഥാപിച്ച സഭയിൽ അംഗങ്ങളായ ഞങ്ങൾ ഉൾപ്പെടെ ഭൂരിപക്ഷം പേർക്കും അറിയാത്ത മറ്റൊരു തലമുണ്ട്. അത് അദ്ദേഹത്തിന്റെ സഹന ജീവിതമാണ്. ശരിക്കും ചാവറ പിതാവ് ഒരു സഹനദാസനായിരുന്നു. അദ്ദേഹം ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ആത്മീയ തലത്തിലും ഏറ്റുവാങ്ങിയ സഹനങ്ങൾ എണ്ണമറ്റതാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാൾ മുതൽ തന്നെ വാദപ്പനി എന്ന രോഗം അദ്ദേഹത്തിന് കൂട്ടുണ്ടായിരുന്നു. മരണം വരെ ഈ രോഗം മൂലം അദ്ദേഹം ക്ലേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലിൽ എപ്പോഴും മന്ദരോഗം പോലെ അത്രയും വലുപ്പത്തിൽ, മന്ദരോഗം പോലെ അത്രയും വലുപ്പത്തിൽ നീര് ഉണ്ടാകാറുണ്ട്. എന്ന് മാത്രമല്ല അത് പൊട്ടി പഴുത്ത് അതിൽ നിന്ന് ധാരാളമായി ചെലവും ചോരയും ഒക്കെ ഒഴുകാറുമുണ്ട്. ഈ കാലം വെച്ചാണ് കേരളം മുഴുവനും ചുറ്റി നടന്ന് ഇത്രയും നന്മകൾ അദ്ദേഹം ചെയ്തു കൂട്ടിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. അതിന്റെ ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ചെന്നിക്കുത്തും ശരീരം മുഴുവൻ കോച്ചി വലിയുന്ന അവസ്ഥയും ശ്വാസതടസ്സവും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അനേക വർഷങ്ങൾ അദ്ദേഹം അനുഭവിച്ച വലിയ സഹനമായിരുന്നു. പക്ഷേ ഒരാളോടും ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹനത്തെക്കുറിച്ച് മറ്റാർക്കും അറിവ് പോലും കിട്ടാത്ത വിധത്തിൽ ആ സഹനം തന്റെ ദിവ്യനാഥന്റെ മുൻപിൽ കാണിക്കയായി അദ്ദേഹം സമർപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇത്രത്തോളം സഹിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പിന്നെ സാധിക്കുന്നത് എങ്ങനെയാണ്? അതിന് ചില സംഭവങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സന്യാസിനികൾക്ക് വേണ്ടി മഠം സ്ഥാപിക്കുന്നതിനുള്ള പണം ശേഖരിക്കാൻ പള്ളികൾ തോറും അദ്ദേഹം കയറി ഇറങ്ങുകയാണ്. അവിടെ ചെന്ന് പണപ്പിരിവിന് വേണ്ടി മഠം സ്ഥാപിക്കാനുള്ള ആവശ്യങ്ങൾ അറിയിച്ച് പണപ്പിരിവൊക്കെ നടത്തുന്ന ചാവറ പിതാവ് ഇതാ ചേരാനുള്ളൂർ പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വാദപ്പനി കൂടുതലായി 2 ദിവസം പൂർണ്ണമായി അബോധാവസ്ഥയിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു. പൂർണ്ണമായും അബോധാവസ്ഥയിൽ. അങ്ങനെയാണ് ദൈവജനത്തിന് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന് കുഞ്ഞുനാൾ മുതൽ വാദപ്പനി എന്ന രോഗം കൂട്ടുണ്ടായിരുന്നതായും അതിന്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതയും ബുദ്ധിമുട്ടും പ്രയാസവും ക്ഷീണവും തളർച്ചയും ഒക്കെ അദ്ദേഹം അനുഭവിച്ചിരുന്നതായും. എന്നാൽ ഈ രോഗം വെച്ച് തന്നെ അദ്ദേഹം നാടുനീളെ ചുറ്റി നടന്ന് നന്മകൾ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സംഭവം, ഭരണങ്ങാനത്ത് പ്രൊപ്പഗാൻഡ
വാതിരുവാദോ സംഘാംഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ബഹളം നടക്കുന്ന സമയത്ത്, വടക്ക് നടക്കുന്ന സമയത്ത് ഏവർക്കും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയ്ക്ക് ചാവറ പിതാവാണ് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നത്. അവർക്ക് വേണ്ടി മധ്യസ്ഥമൊക്കെ വഹിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാം ശാന്തമാക്കിയതിന് ശേഷം തിരിച്ചു വരുന്ന ചാവറ പിതാവിന് നടക്കാൻ പോലും സാധിക്കാതെ കുഴഞ്ഞു വീഴുകയാണ്. കുഴഞ്ഞു വീണ് ചാവറ പിതാവിനെ പരിശോധിക്കുമ്പോൾ കാണുന്നു കാലിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ, മുറിവുകൾ, അതിൽ നിന്നൊഴുകുന്ന ജലം. ഈ മാരകമായ മുറിവുമായി അദ്ദേഹം അനേക നാളുകൾ ജീവിച്ചിരുന്നു. അനങ്ങാൻ പോലും പറ്റാതെ കിടന്ന ചാവറ പിതാവിനെ എല്ലാവരും ചേർന്ന് പൊക്കിയെടുത്ത് വള്ളത്തിൽ കൊണ്ടുപോയി ഇരുത്തുകയായിരുന്നു ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ശാരീരികമായി പല വിധത്തിലുള്ള രോഗങ്ങളിലൂടെ തന്റെ മരണനിമിഷം വരെ അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയി ഒരു സഹനദാസനായി, സഹനപുത്രനായി മാറി കാൽവരിയിലെ ക്രിസ്തുവിന്റെ വേദനകളെ സ്വന്തം ജീവിതത്തിന്റെ വേദനകളായി, ശരീരത്തിലെയും മനസ്സിലെയും ആത്മാവിലെയും മുറിവുകളെ ഈശോയുടെ തിരുമുറിവുകളായി സ്വീകരിച്ച് കാണിക്കയായി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. എന്ന് മാത്രമല്ല, കഠിനമായ മാനസിക വ്യഥകളിലൂടെയും അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന് നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അദ്ദേഹത്തെ കാണാൻ വരുന്നു. സെമിനാരി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായ സെമിനാരി ഒന്നുമില്ല. മേൽപ്പെട്ടക്കാരന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഗുരുവായ പാലക്കിലച്ചന്റെ പൗരക്കരച്ചന്റെ ഒക്കെ കൂടെ പരിശീലനം നടത്തുമ്പോൾ ഒരു ദിവസം ഇതാ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ബന്ധുക്കൾ വരുന്നു. അവരെ അദ്ദേഹത്തെ അറിയിച്ച വാർത്ത ഒരു ദുരന്ത വാർത്തയായിരുന്നു. പകർച്ചവ്യാധി മൂലം അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും കുടുംബാംഗങ്ങൾ എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. കൊച്ചുപ്രായത്തിൽ അപ്പനെയും അമ്മയെയും സ്നേഹിച്ച് കൊതി തീരാത്ത ആ കുഞ്ഞുപ്രായത്തിൽ പ്രിയപ്പെട്ട അപ്പനും അമ്മയും സഹോദരങ്ങളും വേർപെട്ടു പോകുമ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉണ്ടാകുന്ന വ്യഥയും വേദനയും എത്രയോ വലുതാണ്. വേർപാടിന്റെ ദുഃഖമറിഞ്ഞവർക്ക് അതറിയാം. കുടുംബം മുഴുവനും ഒരു രോഗത്താൽ മരിച്ചു പോകുന്നു. മരിച്ച വിവരം പോലും അറിയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അനേക ദിവസങ്ങൾ പകർച്ചവ്യാധിയൊക്കെ മാറിയതിനു ശേഷമാണ് ഇവർ വന്ന് ഈ വിവരമൊക്കെ പറയുന്നത്. എന്തുമാത്രം വേദനയിലും ദുഃഖത്തിലും അദ്ദേഹത്തിന്റെ മനസ്സ് പെടഞ്ഞിട്ടുണ്ടാകും. അതിനേക്കാളും വേദനാജനകമായ മറ്റൊരു സംഭവം ഉണ്ടായി. ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് അവസാനം പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം സ്വന്തം ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനായി ആദ്യത്തെ ബലിയർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് ഇടവക ജനം അദ്ദേഹത്തെ അവിടെ വഞ്ചി ഇറങ്ങാൻ കടവിൽ അനുവദിക്കുന്നില്ല. അദ്ദേഹം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി അവിടെ മുഴുവൻ ചെളിവാരി വിതറുന്നു. അവിടെ ആദ്യത്തെ ബലിയർപ്പണം നടത്താൻ അദ്ദേഹത്തെ ഇടവക ജനം അനുവദിക്കുന്നില്ല. എന്തായിരുന്നു അതിന്റെ കാരണം? അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇടവക ജനത്തെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടാണോ? മനസ്സറിഞ്ഞ് ചാവറ പിതാവ് ഒരു തെറ്റും ഇടവക ജനത്തോട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതായത് അന്ന് കാലഘട്ടങ്ങളിലൊക്കെ സെമിനാരി പ്രവേശനം എന്ന് പറയുന്നത്, സെമിനാരിയിൽ ചേരാൻ വൈദികനാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം അത് ഇടവക വികാരിയച്ഛനെ അറിയിച്ച് പിന്നീട് കരയോഗം ചേരും. കരയോഗത്തിലെ പ്രമാണിമാരെല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കും ഇതാ പരിശീലനത്തിന് വിടുന്നതിനായി. പിന്നീട് ദേശക്കുറി അങ്ങനെ കൊടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ പഠന ചെലവ് മുഴുവൻ ആ കരയോഗം ഏറ്റെടുക്കും, ഇടവക അല്ലെങ്കിൽ പള്ളി ഏറ്റെടുക്കും. പക്ഷേ ചാവറ പിതാവ് നന്നേ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ വൈദിക പരിശീലനത്തിന് പോയ വ്യക്തിയായിരുന്നു. അത് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരു പ്രായം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായ പോരൂക്കരച്ചനും ബാലക്കിലച്ചനുമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. ഇതൊന്നും അറിയാതെ അദ്ദേഹം ഇതാ പരിശീലനം നടത്തുന്നു. അവസാനം തിരുപ്പട്ടം സ്വീകരിച്ച് കുർബാന അർപ്പണത്തിന് വേണ്ടി വരുമ്പോൾ സ്വന്തം ഇടവക ജനം പഴയ ദേഷ്യവും സങ്കടവും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ഒരു പരിഭവവും ഇല്ലായിരുന്നു. അദ്ദേഹം ഇതാ തൊട്ടടുത്ത പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കുന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ ഇടവകയിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയുള്ള വികാരിയച്ഛനോടൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും കാണിക്കാതെ അന്നത്തെ രാത്രി ആ ദേവാലയത്തിൽ അന്തിയുറങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് മാനസിക ക്ലേശങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകമായി റോക്കോ ശീഷ്മയും മേലു ശീഷ്മയും കേരള സഭയെ ആഞ്ഞടിച്ച നിമിഷങ്ങളിൽ ഏത് സമയത്ത് വേണമെങ്കിലും സഭാനൗക, കേരളത്തിലെ സഭാനൗക ഈ ശീഷ്മയുടെ സമുദ്രജലത്തിൽ മുങ്ങിത്താഴുന്ന ഘട്ടത്തിൽ ഇതാ ചാവറ പിതാവ് മാനസികമായി അനുഭവിച്ച സങ്കടം എത്ര വലുതായിരുന്നു. ഒരുപക്ഷെ നമുക്ക് മുഴുവനും മനസ്സിലാകണമെന്നില്ല. സ്വന്തം രക്തം കൊടുത്ത് വളർത്തിയ സഭ, സ്വന്തം വിയർപ്പ് കൊടുത്ത് വളർത്തിയ സഭ,
ആരോഗ്യവും അധ്വാനവും ശരീരവും മനസ്സും ആത്മാവും അർപ്പിച്ച് ഭാരത സഭയെ നവോത്ഥാനത്തിലേക്ക് നയിക്കുവാൻ, കേരള സഭയെ ഉത്ഥാനത്തിലേക്ക് നയിക്കുവാൻ, നവീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ ജീവനും ജീവിതവും സമർപ്പിച്ച ഒരു പുണ്യാത്മാവിന് ഒരിക്കലും മാനസികമായി സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ശീശ്മയും പാഷണ്ഡതയും ഒക്കെ. പ്രിയപ്പെട്ടവരെ, അന്ന് അദ്ദേഹം അനുഭവിച്ച മാനസിക ക്ലേശങ്ങൾ നമുക്ക് സങ്കല്പിക്കാനോ ഊഹിക്കാനോ സാധ്യമല്ല. ഇങ്ങനെ എല്ലാ തലത്തിലും എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നുപോയ പുണ്യാത്മാവാണ്. വിശുദ്ധ ചാവറ പിതാവിന്റെ ജീവിതം അരമണിക്കൂർ പ്രസംഗം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം എടുത്താലും അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും പറഞ്ഞവസാനിപ്പിക്കുക നമുക്ക് പറ്റാത്തിടത്തോളം അത്രത്തോളം ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഒരുപോലെ നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് വിശുദ്ധ ചാവറ പിതാവ്.